ഇപ്പം ഞാൻ ഷമയുടെ ഒരു പാർട്ടിയിൽ ഇപ്പം കഴിഞ്ഞ ദിവസം കെ കരുണാകരൻ്റെ മകള് BJP-യിലേക്ക് പോകുന്നു. വളരെ കേരളം ആകെ ഞെട്ടിത്തെറിച്ചൊരു സ്മൃതി. ഞാൻ അങ്ങനെയല്ല കാണുന്നത്. ഞാൻ കാണുന്ന ഒരു കാര്യം, ഒന്ന് ഇപ്പം കോൺഗ്രസിൽ തന്നെയുള്ള ഒരു ശീലം, അതിൽ വലിയൊരു മാറ്റം വരുത്താനുണ്ട്. ഒന്ന് മക്കൾ രാഷ്ട്രീയം. മക്കൾക്ക് രാഷ്ട്രീയമല്ല പകർന്നു കൊടുക്കുന്നത്, മക്കൾക്ക് കൊടുക്കുന്നത് അധികാരമാണ് പകർന്നു കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ വേണ്ടത് രാഷ്ട്രീയം പകർന്നു കൊടുക്കുക, അധികാരമല്ല. അപ്പോൾ ഈ രാഷ്ട്രീയം പകർന്നു കൊടുത്താൽ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്, അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടക്കും. അല്ലെങ്കിൽ അധികാരത്തിലേക്കുള്ളൊരു യാത്ര മാത്രമായിട്ട് മാറും. എന്നാൽ അധികാരത്തിൽ സ്ത്രീകൾ വരണമോ? അത് വരണം. ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ ചിലപ്പോൾ മാറി മാറി ആളുകളൊക്കെ വരാറുണ്ട്. പക്ഷെ ഒരിക്കലും കെ കരുണാകരൻ്റെ മകൾ ഒരിക്കലും BJP-യിലേക്ക് പോകാൻ പാടില്ല. കാരണം അത് അവർ ഉണ്ട ചോറിനോടുകൂടി കാണിക്കുന്ന ഒരു നന്ദികേടായിട്ട് കാണും. കാരണം അവർ വളർന്നത്, അവർ അനുഭവിച്ച സൗകര്യങ്ങൾ, അതെല്ലാം കെ കരുണാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ വളരെ ഉന്നതതലത്തിലൊരു നേതാവ്, കൂടാതെ അദ്ദേഹത്തിന് ലഭിച്ച മുഖ്യമന്ത്രിയും അധികാരത്തിൽ ലഭിച്ച സൗകര്യങ്ങൾ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് പത്മജയായിട്ട് മാറിയത്. അപ്പോൾ എവിടെയെങ്കിലും അധികാരമില്ല എന്ന് തോന്നുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് തോന്നുന്നു, അത് നേരത്തെ പറഞ്ഞതുപോലെ BJP-യുടെ ഒരു ഓഫറുണ്ട്. ആ ഓഫർ എന്താണെന്ന് നമുക്കറിയില്ല, അത് പത്മജയ്ക്ക് മാത്രമേ അറിയൂ. കാരണം നിരവധി തവണ ഡൽഹിയിൽ പോയി ചർച്ച നടത്തി എന്നാണ് നമ്മൾ കേട്ടത്. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകാൻ നിരവധി തവണ ചർച്ച നടത്തുമ്പോൾ ആ ചർച്ചയിൽ ഉയർന്നു വന്ന കാര്യങ്ങൾ എന്താണ്, എന്തൊക്കെയാണ് ഇവർക്ക് ലഭിച്ച ഓഫർ എന്ന് നമുക്കറിയില്ല. പക്ഷേ അങ്ങനെയൊരു ഓഫർ ലഭിക്കുമ്പോൾ പോകുന്ന തരത്തിലേക്ക് വളരെ തരംതാണ നിലപാട് പത്മജി എടുത്തത്, അത് വളരെ മോശമായി പോയി എന്ന നിലപാടാണ്. പണം പദവിയാണല്ലോ ഓഫർ. അതെ, അങ്ങനെ ഒരു ഓഫർ കിട്ടിയാൽ CPM ആരും പോകില്ല എന്ന് ഉറപ്പാണ്. കാരണം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സ്ത്രീക്കോ ഒരു പുരുഷനോ, ഞാൻ പ്രത്യേകം പറയണ്ടേ, രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സ്ത്രീക്കോ പുരുഷനോ അധികാരം കിട്ടിയില്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കേറാമെന്നൊരു തോന്നലുണ്ടാവില്ല. അത്രയേ ഉള്ളൂ. പൈസ, പദവി, ഇത് രണ്ടും കാണിച്ചു കഴിഞ്ഞാൽ പോകാൻ എത്ര പെട്ടെന്ന് പോകുന്നു. അങ്ങനെ പോകുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നൊരു ആരോപണത്തിന് വരുമ്പോൾ അതിനെന്താണ് മറുപടി? അല്ല, പൈസ പദവിയല്ല, പൈസ ED ഇൻകം ടാക്സ് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയോ, ഞങ്ങൾ ഇലക്ട്രൽ ബോൺസിൻ്റെ സമയത്ത് എന്നോട് ബിസിനസ്സുകാർ പറഞ്ഞതാണ്, നമുക്ക് തരാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഞങ്ങൾ തരുമ്പം SBI അറിയും, SBIക്ക് അറിയാം, SBI അറിയുമ്പോൾ സർക്കാർ അവർ വന്ന് പറയാം, നമ്മൾ വെറുതെ അയക്കും ED ഇൻകം ടാക്സ്, വെറുതെ എന്തെങ്കിലും ഒന്ന് ചെറിയ കാര്യം, അല്ലെങ്കിൽ അവർ പ്ലാൻ ചെയ്യും. അപ്പം അവർക്ക് പേടി, ആർക്കും ഒരു വിഷയം വേണ്ടല്ലോ. അപ്പോൾ ഇതാണ് പറ്റുന്നത്, ബേസിക്കലി ഇതാണ് അവർ ചെയ്യുന്നത്. അപ്പം ഈ ത്രെറ്റും മസിൽ പവർ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പൈസൻ്റെ കാട്ടി പേടിയാണ് ഇപ്പം. അതാണ് ഇപ്പോൾ ഒരു പേടി, ഒരു ഫിയറിൻ്റെ അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത് ഇന്ത്യയിൽ. അപ്പം അതാണ്. ഇപ്പം ദിവ്യ പറഞ്ഞ പോലെ ത്രിപുരയിൽ ഏറ്റവും 33 കൊല്ലം ഉണ്ടായ ഒരു പാർട്ടിയാണ് അവരത്. ഇങ്ങനെ എവിടെ പോയി ആ CPM കാർ? അവരെല്ലാം BJP. പശ്ചിമ ബംഗാൾ എവിടെ പോയി ആ CPM കാർ? അവരെല്ലാം BJP. പക്ഷെ അത് നമ്മൾ പറയുന്നത് അതല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന പറഞ്ഞാൽ, ഞങ്ങൾ ഇവിടുന്ന് കേരളത്തിൻ്റെ ഇത് പറയുമ്പം ഇപ്പം പത്മജയുടെ കേസ്, അപ്പം ഞാൻ പറയുന്നത് അവിടുന്നും നല്ല ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് അവരൊരു കാഡർ ബേസ് പാർട്ടിയാണ്. അവർ പറയും ആരും പോവില്ല എന്ന് ഇപ്പം പറഞ്ഞതല്ലേ. അപ്പം അതും ത്രെറ്റൊന്നുമല്ല, അത് അവർക്ക് അവിടുന്ന് നമുക്ക് ഇതുപോലെ പൈസ ഉണ്ട്, അതിൽ പൈസ ഇൻവോൾവ്. എനിക്കറിയാം പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഞാൻ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ എന്താ നടക്കുന്നതെന്ന്, അവിടെയും ഇതന്നെ മണി ഉപയോഗിച്ചിട്ടാണ് അവരിതാക്കുന്നത്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇപ്പം ദിവ്യ പറഞ്ഞെന്ന് പറഞ്ഞാൽ, എൻ്റെ ഒക്കെ ഉണ്ടായത് റിയാസും സ്വരാജും. സ്വരാജ് MLA ആയി, കഴിഞ്ഞ പ്രാവശ്യം തോറ്റു. മുഹമ്മദ് റിയാസും മന്ത്രി. അപ്പം സ്ത്രീകൾക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഒരു CPM വേഴ്സസ് കോൺഗ്രസ് അല്ല, ഇത് ഒരു സ്ത്രീയുടെ വിഷയത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ കുറേ ഇൻസ്റ്റൻസ്, ഇപ്പം നിങ്ങൾ പത്മജയുടെ കേസ് പറഞ്ഞു. പത്മജ, ഞാനും പറയുന്നത് BJP-യിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രത്യാശാസ്ത്രമുണ്ട്. എൻ്റെ പ്രത്യാശാസ്ത്രം എന്ന് പറഞ്ഞാൽ BJP-ൻ്റെ എതിരായിട്ടുള്ള പ്രത്യാശാസ്ത്രം, ഈ ഫാസിസം ഇതിൻ്റെ അല്ല. അപ്പം പത്മജ പോയതിന് ഞാനും അത് നിഷേധിക്കുന്നത്, അത് ചെയ്യാൻ പാടില്ലായിരുന്നു.